അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷേന്ദ്ര സാക്ഷിയായി യേശുക്രിസ്തു നാമത്തിൽ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനു, ഇതെൻ്റെ ഹസ്ബൻഡ് സാജൻ. ഞങ്ങൾ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 9/5/2023 ഉടമ്പടി ഞങ്ങളെ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ഒരു യാക്കോബായ വിശ്വാസിയാണ്. ഞങ്ങളങ്ങനെ കൃത്യമായി പ്രാർത്ഥിക്കാറൊന്നുമില്ല. മൗനമായിട്ട് കിടക്കുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പൊന്ന് മൗനമായി പ്രാർത്ഥിക്കും. അത്രയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്നു മുതൽ എന്താണ് പ്രാർത്ഥന എന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങളെ പഠിപ്പിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തെല്ലാം കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ വലിയൊരു മിറാക്കിൾ സംഭവിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതെൻ്റെ ഹസ്ബൻഡ് എന്നെ വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സാജൻ. ഞാൻ MSc ഷിപ്പിംഗ് കമ്പനിയിൽ ക്യാബിൻ സ്റ്റ്യൂവർഡായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കോൺട്രാക്റ്റ് എനിക്കുണ്ടായ ഒരു അത്ഭുതമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടിയ സെക്ഷൻ വലിയൊരു സെക്ഷനായിരുന്നു, 20 ക്യാബിനായിട്ട്. എനിക്ക് 8 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സെക്ഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് വരികയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു. സൂപ്പർവൈസർ എൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം എനിക്ക് എൻ്റെ സെക്ഷനിൽ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ചിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ സൂപ്പർവൈസർ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ സെക്ഷനിൽ, കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാരണം പറഞ്ഞു. ഞാൻ ഓൾറെഡി 4 മാസമായ സെക്ഷനിൽ ഞാൻ പലവട്ടം സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്ഷൻ മാറ്റാനായിട്ട്, പക്ഷേ അതിനൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പുതിയ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ സെക്ഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിൻ്റെ ചീഫ് ഒന്ന് സെക്ഷൻ ചെക്ക് ചെയ്ത് നീ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെക്ഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈവനിങ് ഞാൻ ഈ കാര്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിത് വൈഫിനോട് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ വൈഫ് ചൊവ്വാഴ്ച പരിശുദ്ധ ഇവിടെ ഉടമ്പടി ധ്യാനമുണ്ട്. അപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച. അപ്പം ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ കീ എടുക്കണ്ട, നിന്നെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമല്ല, നിന്നെ വേറെ സെക്ഷനിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ പുതിയ സെക്ഷൻ്റെ റിപ്പോർട്ട് കയ്യിൽ തന്നു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, 20 ക്യാബിൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് വെറും 18 ക്യാബിനായിട്ട് 18 ക്യാബിനുള്ള ചെറിയൊരു സെക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എളുപ്പം 18 ക്യാബിൻ, എനിക്ക് എൻ്റെ ലിഫ്റ്റ് എല്ലാം അടുത്ത് തന്നെ. എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. എനിക്ക് ഹൗസ് കീപ്പിംഗ് ഓഫീസിൽ പോകാൻ എളുപ്പം, എൻ്റെ ക്യാബിലോട്ട് പോകാനായിട്ട് എളുപ്പം, എല്ലാം എളുപ്പം. മുമ്പ് എനിക്ക് എൻ്റെ ബാക്കിലായിരുന്നു സെക്ഷൻ. എനിക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടക്കണമായിരുന്നു, ഓഫീസിൽ പോകാനാണെങ്കിലും എൻ്റെ ക്യാബിലോട്ട് പോകണമെങ്കിലും. ഇത് വലിയൊരു അത്ഭുതമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു ദിവസം മുന്നേ, അതും ഇതിൽ മെയിൻ കാരണം എനിക്ക് സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി 3 മാസം കഴിയുമ്പോൾ സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. സൂപ്പർവൈസർ എനിക്കൊരു സെക്ഷൻ തന്നിട്ട് ഇനി 4 മാസം നിൻ്റെ സെക്ഷൻ അതാന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസം എനിക്ക് വലിയ സെക്ഷനിലും 4 മാസം എനിക്ക് ചെറിയൊരു സെക്ഷനിലും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എന്നോട് ഹസ്ബൻഡ് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച, അന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, അമ്മ മാതാവിന് സാധിക്കും അത്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം ആ സെക്ഷൻ മാറ്റിക്കിടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ച ഒരു ദിവസത്തിന് മുമ്പേ തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സെക്ഷൻ മാറ്റി കിട്ടി. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്ഷൻ വളരെ ഒരു ചെറിയ സെക്ഷനാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് തന്നതിന് അമ്മ മാതാവും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഞങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുകയും ഞങ്ങൾ
ഭവനം തുടങ്ങുന്നതിന് പ്ലാനെല്ലാം വരച്ചു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഈ ഭവനം പണിയുന്നിടയ്ക്ക് കുറേ തടസ്സങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് 1.5 വർഷം കൊണ്ട് അമ്മ മാതാവ് 1 രൂപ പോലും കടമില്ലാതെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. ഭവനം പൂർത്തിയായതിനു ശേഷം ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പർ കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊരു പോക്കറ്റ് റോഡിൻ്റെ സൈഡിലായിരുന്നു. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് മതിൽ കെട്ടിയെടുക്കുന്ന സമയത്ത്, ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് കുറച്ച് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റോഡ് കയ്യേറി, നിങ്ങൾക്ക് മതിൽ കെട്ടാൻ സാധിക്കില്ല, ഇവിടെ വെച്ച് പണി നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 2 പേരും നാട്ടിലില്ല. ഞങ്ങളുടെ പപ്പയായിരുന്നു. അതിൻ്റെ പേരിൽ പപ്പയ്ക്ക് വയ്യായിക വന്നു, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വെക്കേഷന് ക്രിസ്മസിൻ്റെ സമയത്ത് വന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ റോട്ടിലിട്ടിരിക്കുന്ന കല്ലിൽ കുരിശ് വരച്ച് മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, അമ്മ മാതാവ് ആണ് ഞങ്ങൾക്കിത് വഴികാട്ടി തരേണ്ടത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ മാതാവ് ഇത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായി ആ കല്ലിൽ 10 ദിവസം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. 10 ദിവസം ഞങ്ങൾ കുരിശ്, ആ 2 ദിവസം മാത്രമേ ഞങ്ങളവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളോട് പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു, നിങ്ങൾ ആരെക്കൊണ്ടാണോ സ്ഥലം അളപ്പിച്ചത് അയാളെ കൊണ്ട് വന്ന് തന്നെ സ്ഥലം വീണ്ടും അളപ്പിക്കണമെന്ന് പറഞ്ഞു. അതും കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ. അങ്ങനെ ഞങ്ങൾ അയാളെ വിളിച്ചു. അയാൾക്ക് തിരക്കായിരുന്നു, വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിച്ചു. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അയാൾ പറഞ്ഞ സമയം വൈകിട്ട് 4:30 അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാധവ് നമ്മുടെ കൂടെയുണ്ട്, കാരണം ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം അളക്കാൻ അയാൾ വരുന്നത്. അങ്ങനെ അയാൾ ആ കംപ്ലൈൻറ്റ് ചെയ്ത ആളുകളുടെ മുമ്പിൽ വെച്ച് സ്ഥലം അളക്കുകയും ഞങ്ങൾ ഇത്ര സ്പേസ് വിട്ടിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ മാതാവിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്കത് പ്രൂവ് ചെയ്ത് തന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പറും അനുവദിച്ച് കിട്ടി, മതിൽ കെട്ടാനും സാധിച്ചു. ഇത്രയും നല്ല അമ്മദാനം നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം മാർച്ചിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാർച്ച് മാസത്തിൽ തന്നെ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഭയങ്കരമായിട്ടൊരു വേദന വന്നു. അത് എന്താണെന്നറിയില്ല, കുനിയുമ്പോഴൊക്കെ എനിക്ക് സൂചി കുത്തുന്ന വേദനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ഹസ്ബൻഡ് ഓൾറെഡി ജോയിൻ ചെയ്തിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അമ്മയുടെ ഉടമ്പടി എടുത്ത മകളാണ്, അമ്മ മാതാവ് തന്നെ എനിക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഇതുപോലെ ഈ ബ്രസ്റ്റിന് വേദന വന്നിട്ട് അവർ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങളായിരുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഇവർക്കെല്ലാവർക്കും അമ്മ മാതാവ് സൗഖ്യം നൽകുന്നുണ്ടല്ലോ, അമ്മ മാതാവേ ഞാനും അമ്മയുടെ ഉടമ്പടിയിലാണ്, എനിക്ക് അമ്മ മാതാവ് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഞാൻ ഉടമ്പടി തൈലം കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. കൃത്യം 1 വീക്ക് അതിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് ആ വേദന പൂർണ്ണമായി മാറ്റി തന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ 2 പേരും അങ്ങനെ ബൈബിൾ വായിക്കുന്ന ആളുകളല്ല. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സങ്കീർത്തനം ഏതെങ്കിലും ചെറിയൊരു അധ്യായം വായിക്കും, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നു. അതുപോലെ എവിടെയെങ്കിലും നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് 2 പേരുടെ നെറ്റിയിൽ ഞങ്ങൾ കുരിശ് വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ കേരളത്തിലും കർണാടകയിലുമാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. എപ്പോഴാണോ വെക്കേഷൻ കിട്ടുന്നത് ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കന്നഡ പത്രവും മലയാള പത്രവും വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പത്രം തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവേ ചെയ്യുക? അപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, കന്നഡ ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല, അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് എഴുതി മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രണ്ട് പേജിൽ ഒട്ടിച്ച് ആ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഓരോരുത്തർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ നിയോഗം എന്താണ് നിങ്ങൾ വിഷമിക്കുന്ന ആ നിയോഗം മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്
ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടെ അമ്മച്ചിമാരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഒരു ദിവസം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോൾ അമ്മച്ചി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊന്തയില്ല, എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ട്, കൊന്ത ചെല്ലാനായിട്ട് എനിക്കൊരു കൊന്ത വാങ്ങി തരൂ എന്ന് ചോദിച്ചു. പിറ്റേ വട്ടം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാ അമ്മച്ചിമാർക്കും ഇവിടുത്തെ വെഞ്ചരിച്ച കൊന്തയും ആ കാശ് രൂപവും വാങ്ങി കൊടുത്തു. അതവർക്ക് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ ഞങ്ങൾ മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ള അവിടെ ചെന്നപ്പോൾ അവർക്കത് പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അപ്പം ഞങ്ങളത് അവർക്ക് എഴുതി കൊടുത്ത് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കറ്റ് ഞങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ വക്കുന്ന സമയത്ത് അവിടെ പള്ളിയിൽ കുറേ ആളുകൾ ഭിക്ഷാടകരായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ മാസത്തിൽ 2 വട്ടം പോയി ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി, പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും. ഉടമ്പടി വഴി അമ്മ മാതാവും തിരുകുമാരനും ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്നു നാം കണ്ടിരിക്കുന്നു. 2026 വർഷം മുൻപ് കണ്ട അതേ വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്, അത്ഭുതങ്ങൾ തന്നെയാണ് ഇന്ന് ഈ അൾത്താരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് കൈമാറിയ സന്ദേശം, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശത്തിൻ്റെ ആ ശക്തമായ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളാണ് ഇന്ന് അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളായി സഹോദരങ്ങൾ ഏറ്റുപറയുന്നത്. ജിനു, സാജൻ എന്ന ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന്, ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമ്മയും വിസ്മയിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അവർ ജാക്കോബൈറ്റ് വിശ്വാസികളാണ്, സഹോദരങ്ങളാണ്. അവരുടെ ജീവിതക്രമവും ഉടമ്പടി ഒരു ജീവിത രീതിയുമായതിനെക്കുറിച്ചാണ് അവർ ഇന്ന് ഏറ്റുപറയുന്നത്. സാജൻ്റെ വലിയ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് 2 പേരും ഏറ്റുപറയുകയുണ്ടായി. അവരുടെ ജീവിതത്തിലെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ അവർ ഏറ്റുപറയുകയുണ്ടായി. എംബസി ഷിപ്പിംഗ് കമ്പനിയിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ഈ സഹോദരനെ ഒരു വളരെ 4 മാസക്കാലമായി വളരെ കഷ്ടപ്പെടുന്ന ഒരു കോൺട്രാക്ട് ബേസ് ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ അവർ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ജിനു പ്രാർത്ഥിച്ചത്, ഞാൻ ഇന്ന് ശനിയാഴ്ച അമ്മയോട് പറയുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മുൻപ്, ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം, ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഞങ്ങളെ സാധിക്കണം എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെയാണ് ജിനു ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നായിരുന്നു ജിനു പ്രാർത്ഥിച്ച അതുപോലെ തന്നെ ചൊവ്വാഴ്ചയായിരുന്നു മകൾ ഡേറ്റ് ഇട്ടത്. പക്ഷെ തിങ്കളാഴ്ച തന്നെ അവർക്ക് അദ്ദേഹത്തിനെ ഒരു റിക്വസ്റ്റ് ലെറ്റർ പോലും ഇല്ലാതെ ആ സെക്ഷനിൽ നിന്ന് മാറ്റി വളരെ എളുപ്പമുള്ള, അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജോലിയിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു എന്നിവരോട് ഏറ്റുപറയുന്നു. അവരുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുവാനും വീട് നമ്പർ കിട്ടാതിരുന്ന അവസ്ഥയിൽ ആ പ്രതിസന്ധികൾ മാറാനും വീടിനുള്ള അവരുടെ മതിൽ കെട്ടി പൂർത്തിയാക്കുവാനും എല്ലാം അവരെപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉറപ്പാണ്, ഉടമ്പടി ഒരു നിലപാടാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് കൈവന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് സാധിച്ചത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ അവർ ചെയ്ത ഒരു വലിയ കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ രൂപവും തിരുസ്വരൂപത്തിൻ്റെ ആ പടം, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അവരുടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാവുന്ന സാധ്യതകളെല്ലാം തന്നെ അവർ എഴുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് 2-3 ഭാഷകളിൽ അവർ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. ഈശോ നമ്മെ സ്നേഹിക്കുകയും നാം ഈശോയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൻ്റെ ഉറപ്പാണ് നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് പെട്രോൾ കത്തുന്നത് പോലെ അച്ഛൻ്റെ ഭാഷയിൽ നമുക്ക് എപ്പോഴും ഈശോയെ പ്രഖ്യാപിക്കുവാനും ഈശോയെ ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ ഈശോയെ ഏറ്റുപറയുന്നവർ എല്ലാവരെയും തന്നെ ഈശോ ദൈവപിതാവിൻ്റെ മുമ്പിൽ നമുക്ക് നിത്യതയിലേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയാണ്. ജിനുവിനും
എംബസിനും സാജനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.